കഴിഞ്ഞപ്പോഴാണ് വീഡിയോൻ്റെ ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടാലോ. ഫസ്റ്റ് നമ്മളൊരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇടാം. മിൽക്ക് പൗഡർ ഇട്ടതിന് ശേഷം ഇതിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്തേലും ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞത്, മിൽക്ക് തിരി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി മതിയെ, നുള്ളിൽ കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തിരി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മിൽക്ക് മേടിൻ്റെ ഒരു ഇതായി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ ഒരു പാൻ എടുക്കുക, ചൂടാക്കുക, ബട്ടർ ഇടുക, ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, നല്ല ഇവിടെ ഇടുക. ഇവിടെ അടുത്ത ബ്രെഡ് എടുക്കുക. 2 ലെയറാണ് ഇതിൽ അവൾ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. എന്തായാലും ഞാൻ റെസിപ്പി പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാൻ എടുക്കുക, ബട്ടർ ഇടുക, ഒരു ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്നല്ല 2 ബ്രെഡ്, 2 ലെയറാണ്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇത്തിരി മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഓൾറെഡി ഉള്ളത് തന്നെ ഇടാം. ഓക്കെ, നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് നല്ല ഡിസൈനിലൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി മിൽക്ക് ഒഴിച്ചിട്ട് അത് വേറെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ വെച്ചതിന് ശേഷം ഇത്തിരി അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഇത്തിരി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് ആഡ് ചെയ്തിട്ട് എന്താക്കാം, കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും വെക്കാം. നല്ലതായിരിക്കും. നല്ല പൊതർന്ന് നല്ല സോഫ്റ്റാണോ, നമ്മൾ കഴിക്കുമ്പോഴത്തേനും അത് അഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്താണ് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിനെക്കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം. 1 കപ്പ് മിൽക്ക് കിട്ടിയുള്ളൂ, പക്ഷെ 1 കപ്പ് മിൽക്ക് നമുക്ക് വേറെ 1 കപ്പ് മിൽക്ക് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തോ. പക്ഷേ ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ റെസിപ്പി എവിടുന്ന് പറഞ്ഞ് നിർത്തി, എവിടുന്നേന് പറിച്ചോണ്ട് എനിക്കും മറന്നുപോയല്ലോ. നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു, മിൽക്ക് മെയ്ഡ് വെച്ചു. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതൊക്കെ വെച്ചില്ലേ, റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലേ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴും നല്ല പുതിർന്ന് നിൽക്കണേ. അതിലോട്ടുണ്ടല്ലോ നമ്മൾ നല്ല മിൽക്ക് മെയ്ഡ് ഇത്തിരി മിൽക്ക് മെയ്ഡ് എക്സ്ട്രാ വെക്കണം. അപ്പം നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. മിൽക്ക് മെയ്ഡ് നല്ല വിതറി കൊടുക്കാം. നല്ലോണം ഒഴിച്ചെടുക്കണം, ഫുള്ള് ഒഴിച്ചെടുക്കുക, വടിച്ചിട്ട് ഒഴിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താക്കുക, കുറച്ച് വരുമ്പോൾ നന്നായിട്ട് ഇളക്കണ്ട, മീൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് എന്ത് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ